ഏഹ് ട്യൂഷന് വരാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു മോനെ. എനിക്ക് നല്ല താല്പര്യണ്ട്. ഞാന് പ്ലസ് വണ് പൊട്ടി. എനിക്ക് നല്ല താല്പര്യണ്ട്. എനിക്ക് കുറച്ച് പഠിച്ച് മാർക്ക് ഉണ്ടാക്കണം. നമുക്ക് മാർക്ക് ഉണ്ടാക്കാ. ഈ പഠിക്കാൻ വരുന്നോ? ഞാൻ ഇപ്പൊ വരണോ? എന്ത് തേങ്ങയാണ് ഇപ്പൊ വരുന്നേ? ഇപ്പൊ വന്നാ ഒരു ബുദ്ധിമുട്ടാവൂലേ? എപ്പോഴാണ്, എങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ് ഒക്കെ എങ്ങനെ? എന്തോന്നാടാ നല്ലപോലെ വർത്താനം പറയും. ഒരു സ്റ്റുഡന്റ് അല്ലേ? ഞാൻ ഇങ്ങനെയാണ്. എന്റെ സൗണ്ട് ഇങ്ങനെ കളിയാക്കണ മാതിരി തോന്നുന്നുണ്ടോ? ആ അതല്ല, സൗണ്ടിന്റെ പ്രശ്നമില്ല. ഇപ്പം വരണോന്ന് ചോദിച്ചതാ. സൗണ്ട് എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല വോയിസ് ആണല്ലോ. എനിക്ക് അങ്ങനെ വർത്താനം പറയേണ്ട നിച്ചല്ല, അതാണ്. ഞാൻ അയ്യോടാ. ഈ നാട്ടിൻ പുറത്തായോണ്ടേ. അയ്യോ ഒന്ന് സോറി ട്ടോ, എന്റെ അടുത്ത് ക്ഷമ ചോദിക്കണേ. ആ അപ്പൊ നമുക്ക് ശനിയാഴ്ചയാണ് ക്ലാസ്. ശനിയാഴ്ച ആ എത്ര ട്യൂഷന്റെ പേര് തേഞ്ഞി? ഒപ്റ്റിം ഇന്റർനാഷണൽ. ഇത് എവിടെ ഉള്ള ഇനി? ഇത് നമ്മള് വരുന്നത് കൊണ്ടോട്ടി. കേട്ടില്ലല്ലോ. കേക്കല്ലോ, നമ്മള് വന്നിട്ട് ഇപ്പൊ ഒരു 3-4 വർഷമായല്ലോ. എനിക്കറിയാൻ കേക്കാരോ. അതാവും ഈ കേക്കാഞ്ഞിട്ടാവും. ആ അനക്ക് ഏതൊക്കെ സബ്ജക്റ്റാ പോയത് പ്ലസ് വണ്ണില്? എനിക്ക് ജേർണലിസം പോയി. ഞാൻ ജേർണലിസം എന്റേത്. ഹ്യൂമാനിറ്റീസ് ആയിരുന്നു ഞാൻ അല്ലേ? ഹ്യൂമാനിറ്റീസ്. ഹ്യൂമാനിറ്റീസുകാർക്ക് നമ്മള് കൊമേഴ്സുകാർക്ക് മോനെ കൊടുക്കണേ. അനക്ക് എന്നാ എക്കണോമിക്സ് ഒക്കെ എടുക്കാം. എക്കണോമിക്സും ഇംഗ്ലീഷിനൊക്കെ വേണേ വരാം. എക്കണോമിക്സ് ഒന്നും എനിക്കില്ല. പിന്നെ ഹ്യൂമാനിറ്റീസിന് എക്കണോമിക്സ് ഇല്ലേ? ഇല്ല. ഇത് ജേർണലിസം എനിക്ക് വേറെ. ആണോ? ഇന്ന് ഇംഗ്ലീഷ് ഉണ്ട്, ഇംഗ്ലീഷ് മാത്രം എടുത്തോ. അപ്പൊ എത്ര റുപ്യാവും മാസം? മാസമല്ല, നമ്മൾ ഒരു വർഷത്തേക്ക് എടുക്കുക. അതിന് ചെറിയ എമൗണ്ട് കണ്ടുള്ളൂ. ഞാൻ നോക്കിട്ട് ഒരു വർഷത്തേക്ക് ഇത്ര ചെറിയ എമൗണ്ട് ഉള്ളൂ. ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാം. എന്നാ ഈ നമ്പർക്ക് വിളിച്ചേ. ഓ ആയിക്കോട്ടെ. ഇതിന്റെ കാക്കാന്റെ നമ്പറാണ്. പിന്നെ ഈ നമ്പർക്ക് വിളിച്ചാ പോരെ? ഞാൻ ഇപ്പൊ 9:00 കടന്നുറങ്ങും. ആയിക്കോട്ടെ. ആ ഏതൊക്കെ സബ്ജക്റ്റാ പോയത്? എനിക്ക് ജേർണലിസം പോയി, കമ്മ്യൂണിറ്റി ഇംഗ്ലീഷ്